പാലക്കാട് പനയമ്പാടത്ത് അപകടം സംഭവിച്ചതിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു പ്രതിഷേധം അലയടിക്കുന്നത്. നിലവിൽ ഈ ഒരു പ്രദേശത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും സംഭവിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ല. പിന്നാലെയാണ് ഇപ്പോൾ ഒരു വലിയൊരു അപകടം പനയമ്പാടത്ത് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. 4 പെൺകുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. റോഡ് ഉപരോധിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ്. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ മറ്റ് പ്രതികരണങ്ങളൂടി പുറത്തു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? കേവലം അനുശോചനങ്ങൾക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ, അത് പ്രായോഗിക തലത്തിൽ എത്തുന്നതിനുള്ള ഇടപെടലാണ് ഇവിടെ ആവശ്യം. അത് തന്നെയാണ് ഈ തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഒന്നാകെ ഇവിടെ ആവശ്യപ്പെടുകയും പനയമ്പാടത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നട റോഡിലിരുന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത്തരം ദാരുണമായ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തുണ്ടായതിൽ വെച്ചത് ഏറ്റവും വലിയ അപകടം 4 കുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. സംഭവ സ്ഥലത്ത് തന്നെ ഈ കുട്ടികൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. അത്ര ദാരുണമായ അപകടം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇർഫാന, മിത, റിത, ആയിഷ, ഈ 4 വിദ്യാർത്ഥികളാണ്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഈ 4 കുട്ടികൾക്കാണ് ഈ ഒരു ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. കുട്ടികൾക്ക് മുകളിലേക്ക് ലോറി സിമന്റ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞുകൊണ്ടുള്ള ഒരു അപകടമുണ്ടായത്. കണ്ണീരായി ഈ പ്രദേശം ഒന്നാകെ മാറിയിരിക്കുകയാണ്. സഹിക്കാൻ കഴിയാത്ത വേദനയിലും പ്രതിഷേധത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് നാട്ടുകാരൊന്നാകെ മാറിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശത്തെ കുറിച്ചുള്ള പരാതിയാണ്. നിരന്തരമായി അപകട മേഖലയാണ് ഈ പ്രദേശം ഒന്നാകെ. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. നാട്ടുകാർ പറയുന്ന കണക്കനുസരിച്ച് 55-ലധികം അപകടങ്ങൾ ഇതിനോടകം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത, നിർമ്മാണത്തിലെ അപാകതയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഒരു മഴ പെയ്താൽ തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് പക്ഷേ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്ര ദാരുണമായ ഒരു അപകടം, പരീക്ഷ കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികളാണ് ഈ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ മരിച്ച 4 പേരും ഉണ്ടായിരിക്കുന്നത്. മറ്റു കുട്ടികളുടെ ചികിത്സയ്ക്കടക്കം ഉള്ള സഹായങ്ങളെല്ലാം തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ഇത്തരം ഒരു സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 കുട്ടികളുടെ മൃതദേഹവും ഇവിടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് വെച്ചിരിക്കുകയാണ്. യെസ്, അരുണാലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വളരെ ശക്തമായൊരു പ്രതിഷേധം ആ ഒരു പ്രദേശത്ത് അലയടിക്കുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ശാശ്വതമായൊരു പരിഹാരം തങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു വളരെ വലിയൊരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് കൂടുതൽ ആശങ്കയിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് 4 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. തൊട്ടു പിന്നാലെ മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി ഗുരുതര പരിക്കുണ്ടെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണമുണ്ടോ? ഇവിടെ നിന്നും 5 വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ 4 വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെ പ്രദേശത്ത് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ വേണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പനയമ്പാടം ഭാഗത്ത് ഈ അപകടങ്ങൾ ഇത് ആദ്യമല്ല. മുമ്പ് നിരവധി അപകടങ്ങളായി മേഖലയിൽ സംഭവിക്കുന്നു. അതിൽ തന്നെ നിരവധി തവണ മരണങ്ങൾ ഉണ്ടാവുകയും ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് കയ്യും കാലും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അഗളിയിലെ ഡിവൈഎസ്പിയുടെ വാഹനം ഉൾപ്പെടെ ഈ പ്രദേശത്ത് 3 തവണ മറിഞ്ഞ 3 പ്രാവശ്യം മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും ഒരു കൃത്യമായ നടപടി നേരത്തെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ഈ അപകടങ്ങൾ നേരത്തെ സംഭവിച്ചപ്പോഴൊക്കെ ചെയ്തത് ഈ JCBയോ മറ്റോ കൊണ്ടുവന്ന്
റോഡിൽ നിലം അതിനെ പരുക്കനാക്കി മാറ്റുന്ന ഒരു നടപടി മാത്രമാണ് എടുത്തത്. അങ്ങനെ നിലം റോഡ് പരുക്കനാക്കി മാറ്റിയതിലൂടെ അപകടങ്ങൾ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശാശ്വതമായിട്ടൊരു പരിഹാരം വേണം. മാത്രമല്ല, നടപ്പാത ഈ ധാരാളം കുട്ടികളൊക്കെ ഈ റോഡരികിലൂടെ നടന്ന് വീടുകളിലേക്കും ട്യൂഷൻ ക്ലാസ്സുകളിലേക്കും മറ്റുമൊക്കെ പോകുന്ന ഭാഗമാണ്. അങ്ങനെയുള്ള ഈ റോഡിന്റെ ഇരുവശത്തും കുട്ടികൾക്ക് നടക്കുന്നതിന് ഒരു നടപ്പാത പോലുമില്ല, ഒരു ഫുട്പാത്ത് പോലും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു ഫുട്പാത്തും മറ്റും നിർമ്മിച്ചെങ്കിൽ കുറച്ച് അധികം സുരക്ഷിതമായിട്ട് തന്നെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ഒപ്പം തന്നെ ഈ റോഡ് ഇങ്ങനെ പരുക്കനാക്കി മാറ്റുന്നതല്ലാതെ എന്താണ് ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ശാസ്ത്രീയമായ പഠനം നടത്തി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ റോഡ് ഇത്തരത്തിൽ പുതുതായി നിർമ്മിച്ചതിന് ശേഷമാണ് ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മുമ്പ് റോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ അപകടങ്ങളൊന്നും മേഖലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ റോഡ് പുതുതായി നിർമ്മിച്ചതിന് ശേഷമാണ് ഈ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യമായൊരു ഉറപ്പ് ഈ വിഷയത്തിൽ വേണം. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോവില്ല എന്നുള്ളൊരു നിലപാടിലാണ് നാട്ടുകാർ. യെസ് അരുൺ, അത് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ്. കൃത്യമായൊരു ഉറപ്പ് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്കുണ്ടാകണം. ജനങ്ങൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. വളരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് പാലക്കാട് പനയമ്പാടത്ത് അലയടിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾ മരിച്ചു എന്നുള്ളൊരു ദാരുണമായൊരു സംഭവം തന്നെയാണ്. വളരെ ദാരുണമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.